ഹായ് സുഹൃത്തുക്കളെ, കേരള വാട്ടർ അതോറിറ്റി ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ജൂലൈ മാസത്തിലെ പരീക്ഷാ കലണ്ടറിനൊപ്പം ഇതിന്റെ പരീക്ഷാ തീയതി വന്നിട്ടുണ്ട്. ജൂലൈ 28-നാണ് ഈ പരീക്ഷ നടക്കുന്നത് അല്ലെ. അപ്പൊ ജൂലൈ 28-ന് നടക്കുന്ന ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മെക്കാനിക്കലുകാർക്കും സിവിലുകാർക്കും ഒരുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വേക്കൻസികൾ വരുന്ന ഒരു പോസ്റ്റാണ് എന്തെന്ന് പറയുന്നത് KWA ഗ്രേഡ് 2 എന്നുള്ളത്. അപ്പൊ എന്താണ് ഇതിന്റെ സിലബസ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഐപ്ലസിന്റെ കോഴ്സ് ഇതേ സിലബസ് വെച്ചിട്ട് തന്നെ ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. നിങ്ങൾക്ക് ആ കോഴ്സിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാം. ക്രാഷ് ബാച്ച് ആയിട്ട് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ആ നമ്പറിൽ വിളിക്കുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്രയാണ് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എത്ര ദിവസം ഇനി നമ്മുടെ മുന്നിലുണ്ട്, അതനുസരിച്ചുള്ള സ്റ്റഡി പ്ലാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ സിലബസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നേരത്തെ KWA ഗ്രേഡ് 3ക്ക് വേണ്ടിയിട്ട് ഒരു സിലബസ് വന്നിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് അതേ സിലബസ് തന്നെയാണ് ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്, PSC കൊടുത്തിട്ടുള്ളത്. ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ് ആദ്യത്തെ 10 മാർക്കിന് ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണുള്ളത്. അപ്പൊ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ നമുക്കറിയാം കഴിഞ്ഞ കുറേ പരീക്ഷകളായിട്ട് ഇപ്പൊ സിവിലുകാരുടെ കുറേ പരീക്ഷകൾക്ക് ഡ്രോയിങ് വരുന്നുണ്ട്. അതുപോലെ ജൂനിയർ ഇൻസ്ട്രക്ടർ ACDക്ക് ഉൾപ്പെടെ ഡ്രോയിങ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് തന്നെ നമുക്കിത് പഠിക്കേണ്ടി വരും. കാരണം ഡ്രോയിങ്ങിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ PSCയുടെ മുൻകാല ചോദ്യപേപ്പറുകൾ എടുത്ത് പഠിച്ചേ മതിയാവുള്ളൂ. ഇല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ്, എക്യുപ്മെന്റ്സ്, മെറ്റീരിയൽസ്, ലെറ്ററിങ്, അതിൽ നിന്നൊക്കെ എന്താണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ PSCയുടെ മുൻപുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഡ്രോയിങ് അങ്ങനെ നമുക്ക് പഠിക്കാം. യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷൻ 6 മാർക്കിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. ഇതിനകത്ത് കുറച്ച് ഇക്വേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. മെഷർമെന്റ് ഓഫ് പെരിമീറ്റർ, ഏരിയ ഓഫ് ട്രയാങ്കിൾസ്, പോളിഗൺസ്, സർക്കിൾസ്, ഇക്വേഷൻസ് കുറച്ച് അറിഞ്ഞിരിക്കണം. പിന്നെ യൂണിറ്റ്സ്, മെഷർമെന്റ്സിന്റെ യൂണിറ്റ്സിനെ കുറിച്ച് ചോദ്യം വരും. വോളിയത്തിന്റെ, സോളിഡ്സിന്റെ, പലതരം സോളിഡ്സിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻസും അറിഞ്ഞിരിക്കണം. 6 മാർക്ക് ആ ഭാഗത്തുണ്ട്. ഓട്ടോകാഡിൽ നിന്ന് 8 മാർക്ക്. ഓട്ടോകാഡിൽ നിന്ന് കുറെ ചോദ്യങ്ങളുണ്ട്. ബേസിക് കമാൻഡ്സ് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ വരും. മോഡിഫൈയിങ് ടൂൾസ് എന്തൊക്കെയാണ്, പറഞ്ഞ പോലെ ഓട്ടോകാഡുമായി ബന്ധപ്പെട്ട മറ്റു കുറെ ടെക്നിക്കലായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അത് 8 മാർക്കിന് ചോദിക്കുന്നുള്ളതാണ്. സർവേയിങ് 9 മാർക്കിനുണ്ട്. സർവേയിങ് അത്യാവശ്യം വലിയ മൊഡ്യൂൾ തന്നെയാണ്. ഏതൊക്കെ തരം സർവേയിങ് നമുക്ക് പഠിക്കണം, എന്താണ് ഇൻട്രൊഡക്ഷൻ പഠിക്കണം, അതിനുശേഷം ചെയിൻ സർവേയിങ് പഠിക്കണം, കോമ്പസ് സർവേ പഠിക്കണം, പ്ലെയിൻ ടേബിൾ പഠിക്കണം, പിന്നീട് ലെവലിംഗ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ടൈപ്പ് ഓഫ് സർവേസ് ആണ്. അതെല്ലാം നമുക്ക് വളരെ ഡീപ്പായിട്ട്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ടുണ്ട്. ആകെ 9 മാർക്കാണ് ഈ ഭാഗത്ത് നിന്ന് വരുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ ആ പാഠഭാഗത്തിന്റെ വെയിറ്റേജും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാൻ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. പിന്നെ കോണ്ടൂറിങ്, തിയോഡലൈറ്റ് സർവേയും അതിനൊപ്പം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. മോഡേൺ ആൻഡ് അഡ്വാൻസ് സർവേയിങ് ഇൻസ്ട്രുമെന്റ്സ് ആയ GPS, GIS തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ, റിമോട്ട് സെൻസിങ് ഉൾപ്പെടെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ അത്യാവശ്യം വലിയ മൊഡ്യൂൾ തന്നെയാണ്. അവിടെ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ പഠിക്കണമെന്ന്. അത് മാത്രം പഠിക്കുക. ഇതിനേക്കാൾ ഒരുപാട് ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉണ്ട്, പക്ഷെ അതൊന്നും വേണ്ട. ഇതിൽ മാത്രം, ഈ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് മാത്രം, സ്റ്റോണ്, ബ്രിക്ക്, ടൈൽസ്, സിമെന്റ്, ലൈമ്, PCC, അതുപോലെ തന്നെ RCC, ടിമ്പർ, ഫൗണ്ടേഷൻ, മേസൺറി, സ്റ്റോൺ മേസൺറിയും ബ്രിക്ക് മേസൺറിയും വേണം. റൂഫിങ്, ഫ്ലോറിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് നിന്ന്. 10 മാർക്കാണ് ഈ ഒരു ഭാഗത്തു നിന്നുള്ളത്. അപ്പൊ സിവിലിന്റെ ഭാഗങ്ങൾ പഠിക്കാൻ അത്യാവശ്യം ഒരുപാട് സമയം എടുക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷെ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം തന്നെ മാർക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. ബിൽഡിംഗ് റൂൾസ് ആൻഡ് ബൈലോസ് ആണ്. ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ ആണ് അടുത്ത 10 മാർക്കിനുള്ളത്. അത് ചെറിയൊരു മൊഡ്യൂളാണ്. നമുക്കിത് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ്. അത് ആരും മിസ്സാക്കരുത്. 10 മാർക്ക് ആ ഭാഗത്ത് നിന്ന് കിട്ടും. 9ാമത്തെ മൊഡ്യൂൾ ഫ്ലൂയിഡ് മെക്കാനിക്സും ഇറിഗേഷനും ഒക്കെയാണ്. അതിൽ ഇറിഗേഷൻ, ടേംസ് യൂസ്ഡ് ഇൻ ഇറിഗേഷൻ, സ്റ്റോറേജ്, എല്ലാ ഇറിഗേഷന്റെ എല്ലാം കൂടെ നമ്മൾ വാരി വലിച്ച് പഠിക്കേണ്ടതായിട്ടില്ല. കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്, അത് മാത്രം പഠിക്കുക. സ്റ്റോറേജ് ആൻഡ് ഡൈവേർഷൻ, ഹെഡ് വർക്ക്സ്, റിസർവോയർ, ഡാം, കനാൽസ്, ക്രോസ് ഡ്രെയിനേജ് വർക്ക്. പിന്നീട് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. പ്രോപ്പർട്ടീസ്, മെഷർമെന്റ് ഓഫ് പ്രഷർ, ടൈപ്പ് ഓഫ് ഹൈഡ്രോളിക് എനർജി. അപ്പൊ ഇത് ഇത്രയും പഠിക്കുക. 9 മാർക്കിനാണ് അതുള്ളത്. ഇനി വരുന്നത്, ഇത്രയും സിവിലിന്റെ ടോപ്പിക്കുകളാണ്. ഇനി വരുന്നത് മെക്കാനിക്കലിന്റെ ടോപ്പിക്കുകളാണ്. ഇത് നമ്മൾ നേരത്തെ ഗ്രേഡ് 3ക്ക് വേണ്ടി പഠിച്ചിട്ടുണ്ട്. മൊഡ്യൂൾ 1 ഡെവലപ്മെന്റ് ഓഫ് സർഫസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സോളിഡ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ആണ് ആദ്യത്തെ. അതിനകത്ത് ഡെവലപ്മെന്റ് ഓഫ് സർഫേസും സർഫസ്, അതിനകത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ 3 2 5 മാർക്കാണ് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നുള്ളത്. ഡെഫിനിഷൻ ഓഫ് ഡെവലപ്മെന്റ്, നീഡ് ഓഫ് ഡെവലപ്മെന്റ്, ഇൻഡസ്ട്രി, ഡെവലപ്പിംഗ് ദ സർഫസ്, ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും, അതുപോലെ തന്നെ ഡ്രോയിങ് ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ട്. ഡ്രോയിങ്ങിന്റെ ഒരു അപ്ലിക്കേഷൻ ആണ് ആക്ച്വലി. ഇന്റർസെക്ഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് കർവ്സ്, കോമൺ മെത്തേഡ് ടു ഫൈൻഡ് ഔട്ട് കർവ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആ ഭാഗത്ത് നിന്നുള്ളത്. പിന്നെ 2ാമത്തെ മൊഡ്യൂൾ ഫാസ്റ്റനേഴ്സും വെൽഡ്സും അതുപോലെ തന്നെ ലോക്കിംഗ് ഡിവൈസസും, അതെല്ലാം കൂടെ ചേർന്നിട്ടാണ് മൊഡ്യൂൾ 2 അവിടെ വരുന്നത്. അതിന് ആകെ 3 2 5 3 5 3 2 5 3 8 2 10 മാർക്കുണ്ട് മൊഡ്യൂൾ 2. പൈപ്പ് ജോയിൻസും അതിന്റെ കൂടെ കയറി വരുന്നുണ്ട്. ഇവിടെ സ്ക്രൂ ത്രെഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ബോൾട്ട്, നട്ട്, സ്റ്റഡ്സ് തുടങ്ങിയ കാര്യങ്ങൾ, വെൽഡഡ് ജോയിൻസ്, വെൽഡിംഗ് സിംബൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ കോഴ്സിലുണ്ട്. നിങ്ങൾക്ക് അതെടുത്ത് പഠിക്കാവുന്നതാണ്. കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അറിയാം ഇതിൽ നിന്നൊക്കെ എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതെന്ന്.
അടുത്ത മൊഡ്യൂളിലേക്ക് നമുക്ക് പൈപ്പ് ആൻഡ് റിവറ്റഡ് ജോയിൻസ്. ഈ പൈപ്പ് ജോയിൻസ് മൊഡ്യൂൾ 3യോട് ചേർന്ന് വരുന്നതാണ്. പൈപ്പ് ജോയിൻസ് മൊഡ്യൂൾ 3 ആണ്. അപ്പോൾ മൊഡ്യൂൾ 2ന് 8 മാർക്കും മൊഡ്യൂൾ 3ക്ക് 2, 3, 5 മാർക്കുമാണ് ഉള്ളതെന്നുള്ള കാര്യം നോക്കുക. പൈപ്പ് ജോയിൻസും റിവറ്റഡ് ജോയിൻസും അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് റിവറ്റിന്റെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്, അത് പഠിക്കണം. ദെൻ മൊഡ്യൂൾ 4 ബെൽറ്റ് ഡ്രൈവും ഗിയർ ഡ്രൈവും ആണ്. ഇത് സിമ്പിൾ ആണ്, നമുക്ക് പഠിച്ചെടുക്കാവുന്ന കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. 7 മാർക്ക് ആ ഭാഗത്തു നിന്നുണ്ട്, ബെൽറ്റ് ഡ്രൈവും ഗിയർ ഡ്രൈവും. അത് ആരും മിസ്സാക്കരുത് ഈ ഭാഗം, കാരണം ഇത് എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഈ പറഞ്ഞ ബെൽറ്റ് ഡ്രൈവും ഗിയർ ഡ്രൈവും എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതുമാണ്. മൊഡ്യൂൾ 5 വീണ്ടും ഹൈഡ്രോളിക്സ് കയറി വരുന്നുണ്ട്. അവിടെ ഹൈഡ്രോളിക് സിസ്റ്റം, ഹൈഡ്രോളിക് കമ്പോണൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഹൈഡ്രോളിക് ജാക്ക് എന്താണ്, ഹൈഡ്രോളിക് ആക്ച്വേറ്റർ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ ന്യൂമാറ്റിക്സും വരുന്നുണ്ട്. ന്യൂമാറ്റിക്സ്, ടിപ്പിക്കൽ ന്യൂമാറ്റിക് സിസ്റ്റം, പിന്നെ ആക്ച്വേറ്റർ എന്താണ്, ന്യൂമാറ്റിക് ആക്ച്വേറ്റർ എന്താണ്, FRL ഓർ എയർ സർവീസ് യൂണിറ്റ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കണം. ടോട്ടൽ 5 മാർക്കാണ് ആ ഭാഗത്തു നിന്ന് ഉള്ളത്. അടുത്ത മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ലിമിറ്റ്, ഫിക്സ് ആൻഡ് ടോളറൻസ്. ലിമിറ്റ്സ്, ഫിക്സ് ആൻഡ് ടോളറൻസ് വരുമ്പോൾ ലിമിറ്റ്സ് എന്താണ്, ഫിക്സ് എന്താണ്, ടോളറൻസ് എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന സിംബൽസ്, ഇന്റർചേഞ്ചബിലിറ്റി എന്താണ്, ജോമെട്രിക്കൽ ടോളറൻസ് എന്താണ്. പിന്നീട് അതുപോലെ തന്നെ ബെയറിങ്സ് ആണ് മൊഡ്യൂൾ 7. അതിൽ നിന്ന് 4 മാർക്കും ലിമിറ്റ്സ്, ഫിക്സ് ആൻഡ് ടോളറൻസിൽ 4 മാർക്കും. അങ്ങനെ 8 മാർക്ക് ആ 2 മൊഡ്യൂളിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മുന്നിലുള്ള സിലബസ്. ഏറ്റവും നന്നായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിൽ നിന്ന് നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റും. നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഏപ്രിൽ അവസാനം ആവാറായി. മെയ്, ജൂൺ, ജൂലൈ ഏതാണ്ട് ഒരു 3 മാസം അടുപ്പിച്ച് നമ്മുടെ കയ്യിലുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് നേടാനായിട്ട് സാധിക്കും. ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയമാണ്. കൺഫർമേഷൻ കൊടുക്കുക. നിങ്ങൾ 11-ാം തീയതിക്ക് മുന്നേ വേണം കൺഫർമേഷൻ കൊടുക്കുക, എങ്കിലേ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. കോഴ്സിന്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും I+ നിങ്ങൾക്കൊപ്പമുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.